Good afternoon all. Good afternoon. Okay, ini പറഞ്ഞു. അങ്ങോട്ട് എഴുതിട്ടുണ്ട്. Okay, good afternoon. Good afternoon, ma'am. Yeah, good afternoon. How are you all? Hope you all doing well. Good afternoon, teacher. Good afternoon. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? Okay. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട്? സുഖാണോ എല്ലാവർക്കും? ക്ലാസ് എങ്ങനെ പോകുന്നു? എന്താണ്? ടയേർഡ് ആണോ? ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ടയേർഡ് ആണോ എല്ലാവരും? ക്ഷീണിച്ചിരിക്കുകയാണോ? ചെറുതായിട്ട്. ഓക്കെ. അല്ല. നോ. ആക്റ്റീവ് ആണ് എല്ലാവരും. ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കാൻ എല്ലാവരും റെഡിയാണ്. ആണോ? സംസാരിക്കൂ. ഒരു ആക്റ്റീവ്. റെഡിയാണ്. ഓക്കെ. ഇനി മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരൂ. ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ലൈക്ക് ചെയ്യണം. ഓക്കെ. എന്താണ് ഫസ്റ്റ് ക്ലാസ്സിൽ വന്നപ്പോൾ ഉള്ള ഒരു ആക്റ്റീവ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. നല്ല ആക്റ്റീവ് ആണ്. ക്ലാസ്സിൽ നല്ല രസമായിരുന്നു. എല്ലാവരും ഇന്ററാക്ട് ചെയ്തു, സംസാരിച്ചു. നല്ല ക്ലാസ് ആയി എനിക്ക് തോന്നി. ഇപ്പൊ എന്ത് പറ്റി? ആരും മിണ്ടുന്നില്ല. പഴയ ഒരു ഇതൊന്നും ഇല്ലല്ലോ. എത്ര പറഞ്ഞാലും നിങ്ങൾ മിണ്ടില്ല. എന്ത് പറ്റി നിങ്ങക്ക്? ആരും മിണ്ടുന്നില്ല. ശില്പയൊക്കെ ഓക്കെ. ശില്പ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു എടുത്തത്? What did you discuss in previous class? Proposition. Proposition. Which proposition? In, on. In and on. In on. കഴിഞ്ഞു. Okay, in and on ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. So now the next proposition is third one is at. Okay. So write the heading as proposition at. At നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുക? at എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുക? നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാൻ പറ്റില്ല ആർക്കും? സംസാരിക്കൂ. Time, place. Okay, time, place. Yeah. Correct ആണ്. അപ്പൊ പോയിന്റ് വൈസ് എഴുതാ. ടൈം ഫസ്റ്റ് പോയിന്റ് ടൈം ആണ്. ടൈം നൈറ്റ് നമ്മൾ ഇൻ മോർണിംഗ് ആഫ്റ്റർനൂൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ നൈറ്റിന് നമ്മൾ എന്താ പറയാ? അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക അല്ലെ. നൈറ്റ് ആൻഡ് മിഡ് നൈറ്റ് അറ്റാണ് യൂസ് ചെയ്യുക. പ്ലേസ് പറഞ്ഞു. പ്ലേസ് പറയുമ്പോൾ എക്സാക്ട് പ്ലേസ് ആയിരിക്കണം, കറക്റ്റ് പ്ലേസ് ആയിരിക്കണം. അപ്പൊ എഴുതാ എക്സാക്ട് പ്ലേസ് ഓർ കറക്റ്റ് പ്ലേസ് എന്ന് എഴുതാ. Then holiday പറയാൻ നമ്മൾ യൂസ് ചെയ്യും. ഹോളിഡേ. ഹോളിഡേ ഓണം യൂസ് ചെയ്യില്ലേ? ഓണം യൂസ് ചെയ്യും. ഓക്കെ. ഇപ്പോ ഹോളിഡേ പറയും. പിന്നെ അറ്റ് ദി മൊമെന്റ്, അറ്റ് ദി എൻഡ് ഇതൊക്കെ പറയുമ്പോ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യാം. ഇനി അച്ഛന് അരികെ എന്നൊരു മീനിങ് ഉണ്ട്. അരികെ, അടുത്ത്, നിയർ എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട്. ഓക്കെ. അപ്പൊ 3 പ്ലേസസിലാണ് നമ്മൾ അച്ഛൻ പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. അപ്പൊ പറഞ്ഞു ടൈം മസ്റ്റ് ആണ്. നല്ല കറക്റ്റ് ടൈമിൽ നമ്മൾ പറയുമല്ലോ. അപ്പൊ ഐ ഓൾവേസ് ഗോ ടു സ്കൂൾ അറ്റ് 10 AM. ഇത് ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, യു ക്യാൻ റീഡ് ദ എക്സാമ്പിൾ. I always go to school at 10 AM. I always go to school at 10 AM. Okay. I always go to school at 10 AM.
അടുത്തേതാ? I often go to bed at midnight. I often means പലപ്പോഴും. OFTEN. Often. I often go to bed at midnight. I often go to bed at midnight. ഓക്കെ, ഇനിയിപ്പോ പ്ലേസ് പറയണം. നമ്മൾ ഒരു പ്ലേസ് പറയുമ്പോൾ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുക. പക്ഷെ നിങ്ങൾ കറക്റ്റ് പ്ലേസ് ആണെങ്കിൽ നമുക്ക് അവിടെ അറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എവിടെയാണ്? നിങ്ങൾ? വീട്ടിൽ. വീട്ടിലാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ പറയൂ. ഇപ്പൊ എന്ത് പറയും? At home. Yeah, at home. കറക്റ്റ് ആണ്. അറ്റ് ഹോം ആണ്. I always go to school at 10 AM. ഫസ്റ്റ് എക്സാമ്പിൾ ആണോ ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പോ അറ്റ് ഹോം ആണ്, വീട്ടിലാണ്. ഇനിയിപ്പോ നിങ്ങൾ എവിടെയാണ്? ബസ് സ്റ്റോപ്പിലാണെങ്കിലോ അറ്റ് ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. അറ്റ് ബസ് സ്റ്റോപ്പ്. അല്ലെങ്കിൽ ലൈബ്രറി ആണ്, അറ്റ് ദ ലൈബ്രറി. ഓക്കെ, അറ്റ് ദ റെസ്റ്റോറന്റ്. എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങൾ എവിടെയാണോ കറന്റ്, നിങ്ങൾ എവിടെയാണോ കറക്റ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ ആ കറക്റ്റ് പ്ലേസ് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ആണ് അറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ എറണാകുളത്താണെങ്കിൽ പറയാം ഐ മീൻ എറണാകുളം. ഓക്കെ, പക്ഷെ നിങ്ങൾ എറണാകുളത്ത് ആ ഒരു കറക്റ്റ് പ്ലേസ് അല്ല നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥലമാണ്, എറണാകുളത്താണ് എന്ന് പറഞ്ഞു. എറണാകുളത്ത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയാ? അപ്പോ അവിടെ എവിടെയാണോ അവിടെ അറ്റ് സ്റ്റേഡിയം എന്നാണ് പറയാം. മറ്റേ സ്റ്റേഡിയം എന്ന് പറയാം. അപ്പൊ സ്റ്റേഡിയത്തിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ? അറ്റ് എങ്ങനെ യൂസ് ചെയ്യാം, പ്ലേസിൽ യൂസ് ചെയ്യാന്ന് മനസ്സിലായോ എല്ലാവർക്കും? I am in at home. I'm at home. I'm at home എന്നാണ് പറയാം. ഓക്കെ, I'm at home എന്നാണ് പറയാം. ഇപ്പോ ഞാൻ ദുബായിലാണെന്ന് പറയുന്നത്. I'm in Dubai at Fujairah. ഞാൻ ദുബായില് ഫുജൈറ എന്ന് പറയുന്ന സ്ഥലത്താണ്. I'm in Dubai at Fujairah എന്ന് പറയുന്നത്. ഞാൻ ദുബായിലെ ഫുജൈറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പൊ I'm in തമിഴ്നാട് at മധുരൈ എന്ന് പറയാം. തമിഴ്നാട്ടിൽ മധുരൈ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നും പറയാം. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. ഇനി ഹോളിഡേ പറയാന്ന് പറഞ്ഞു. ഹോളിഡേ നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത് എന്താണ്? I will come to your home on 25th December എന്ന് പറഞ്ഞു. 25th December എന്ന് പറയുന്നത് I'm at Madurai in Tamil Nadu. ഓക്കെ ആണ് ശരി. ഓക്കെ ആണ് കേട്ടോ. ഇപ്പോ I will come to your home on 25th December എന്ന് പറയുന്നത് ഇതൊരു ഹോളിഡേ ആണ്. 25th December എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്. ഇതൊരു ഹോളിഡേ ആണ്. പക്ഷേ ഞാനിവിടെ മെൻഷൻ ചെയ്തത് കറക്റ്റ് ഡേറ്റ് ആണ്. 25th എന്ന് പറഞ്ഞ ഡേറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ് I will come to your home at Christmas എന്ന് പറഞ്ഞാൽ എന്താ അവിടെ മീൻ ചെയ്യണ്ടേ? ഞാനിവിടെ കറക്റ്റ് ഡേറ്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കേണ്ടത്? ആ ക്രിസ്മസിന്റെ ഡ്യൂറിങ് ആ ഒരു സെലിബ്രേഷൻ ടൈമില് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അവിടെ വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഡ്യൂറിങ് പീരീഡ്, എന്ത് ഹോളിഡേ ആയിക്കോട്ടെ ആ ഹോളിഡേയിൽ ഒരു പീരീഡ് ഉണ്ട് അല്ലെ? ഒരു 1 വീക്കോ. ഇപ്പൊ ഓണാണെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ പെർട്ടിക്കുലർ ഡേ ആണോ? അല്ല. ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ഡേ അല്ല നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ? ആ ഒരു ക്രിസ്മസിന് മുന്നേ തുടങ്ങി നമ്മൾ സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പൊ ഒരു വെക്കേഷൻ ആണെന്നോ അല്ലെങ്കിൽ ആ ഒരു പീരീഡ് ആണെന്നോ അതൊക്കെ നമുക്ക് പറയാം. അപ്പൊ ആ പീരീഡിൽ എപ്പോഴെങ്കിലും ഞാൻ വീട്ടിൽ വരും എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അല്ലാതെ ആ ഒരു എക്സാക്ട് കറക്റ്റ് ഡേറ്റിൽ വരും എന്നല്ല. അങ്ങനെ കറക്റ്റ് ഒരു ഡേറ്റിൽ വരും എന്നാണെങ്കിൽ നമുക്ക് ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, I will come to your home on ഓണം എന്ന് at ഓണം എന്ന് പറഞ്ഞാൽ ഓണത്തിന്റെ ആ ഒരു പീരീഡിൽ ഞാൻ വീട്ടിൽ വരും. ഓക്കെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? Is it clear for you? Do you have any doubts? ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ല. അതായത് അറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹോളിഡേയിൽ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഹോളിഡേയിൽ നമുക്ക് ഓണം യൂസ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു അല്ലെ? സ്വാഭാവികമായിട്ട് ആ ഒരു ഡൗട്ട് വരും.
ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യുമ്പോഴാണ്. മനസ്സിലായോ? 25th ഡിസംബറിൽ ഞാൻ വരും, ഐ വിൽ കം ടു യുവർ ഹോം 25th ഡിസംബർ, അല്ലെങ്കിൽ ഐ വിൽ കം ടു യുവർ ഹോം 26th ജാനുവരി എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് ഉണ്ട്. ഡേറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ അതങ്ങനെ നമുക്ക് പറയാം. അല്ലാതെ നമുക്ക് ഐ വിൽ കം ടു യുവർ ഹോം അറ്റ് ക്രിസ്മസ് അല്ലെങ്കിൽ അറ്റ് ഓണം എന്നും പറയാം. അപ്പൊ ഓണം എന്ന് പറയുന്ന ഹോളിഡേ ആണ്, അവിടെ മുൻപ് നമ്മൾ യൂസ് ചെയ്ത അറ്റ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഓണത്തിന്റെ ആ ദിവസം വീട്ടിൽ വരും എന്നല്ല. ഓണത്തിന്റെ ആ ഒരു കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, വെക്കേഷൻ ആണെന്ന് പറയാം, ഓണം വെക്കേഷനോ ഓക്കെ, ആ ഒരു ടൈം പീരീഡോ ആ കുറച്ച് ദിവസങ്ങൾക്ക് ആ ടൈമിൽ എപ്പോഴെങ്കിലും വീട്ടിൽ വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓണത്തിന്റെ ആ ടൈമിൽ ഞാൻ വരും, അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ടൈമിൽ ഞാൻ വരും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അവിടെ അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. ഐ വിൽ കം ടു യുവർ ഹോം അറ്റ് ക്രിസ്മസ്. ക്ലിയർ ആയോ? കത്തിയില്ല. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ആണോ? എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം. ക്ലാസ്സിൽ ആർക്കെങ്കിലും മനസ്സിലായവരുണ്ടോ? ഞാനിപ്പോ പറഞ്ഞ ഓണും മറ്റും ഹോളിഡേയിൽ വരുന്നതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലായവരാരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? ഹോളിഡേയ്സിൽ ഏത് ദിവസം വരാൻ പ്രതീക്ഷിക്കാന്നുള്ളതിന് അറ്റ് വെക്കുന്നത്. അതെ, ഇപ്പൊ ഒരു ക്രിസ്മസ് എന്ന് പറയുന്ന ഹോളിഡേ എടുക്കാം നമുക്ക്. ക്രിസ്മസ് എന്നൊരു ഹോളിഡേ, ക്രിസ്മസ് ഹോളിഡേ ആണല്ലോ അല്ലെ? ക്രിസ്മസ് ശരിക്കും നമ്മള് കറക്റ്റ് ഡേറ്റ് എന്താണ് ക്രിസ്മസിന്റെ? 25th പക്ഷേ നമ്മള് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് 25th മാത്രമാണോ, അല്ലെങ്കിൽ സെലിബ്രേഷൻസ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തുടങ്ങും? ആ ഒരു ക്രിസ്മസിന്റെ ഫീലിങ്സ് ഒക്കെ നമുക്ക് വരുന്ന എപ്പോഴാണ്? ഒരാഴ്ചക്ക് മുന്നൊക്കെ വരും അല്ലെ? നമുക്ക് തന്നെ തോന്നുമോ ക്രിസ്മസ് വെക്കേഷൻ ആണ്? നമുക്ക് ഇപ്പൊ മക്കളുണ്ടെങ്കിൽ അവിടെ വീട്ടിലെല്ലാവരും ഉണ്ടാവും, വെക്കേഷൻ ആണെന്ന് പറയും അല്ലെ? അപ്പൊ ക്രിസ്മസിന്റെ ആ ഒരു ടൈമാണ്, ഒരു 1 വീക്ക് എന്നൊക്കെ പറഞ്ഞ ക്രിസ്മസിന്റെ ടൈമാണ് ശരിക്കും. അല്ലെങ്കിൽ ഒരു ചിലപ്പോ 20 തുടങ്ങി, അല്ലെങ്കിൽ 22 തുടങ്ങി, ഒരു 31 വരെ അല്ലെ, 31st വരെയും നമുക്ക് ക്രിസ്മസിന്റെ ഒരു ഫീലിങ്സും ആ ഒരു ടൈമും അല്ലെ, എവിടെയെങ്കിലും ഫുൾ എൻജോയ് ചെയ്ത ടൈമൊക്കെയാണ് അല്ലെ? ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ഒരു ടൈം പീരീഡ് ആണത്, ശരിയല്ലേ? ഇപ്പോ ഞാൻ നിന്റെ വീട്ടില് ക്രിസ്മസിന് വരാം, എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? ക്രിസ്മസിന് തന്നെ വരുമോ? ക്രിസ്മസിന് അന്ന് തന്നെ വരുമോ? അല്ല. ഞാൻ നിന്റെ വീട്ടിൽ ക്രിസ്മസിന് വരാന്ന് പറഞ്ഞാല് ക്രിസ്മസിന് ഏതെങ്കിലും ഒരു ദിവസം വരും എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഞാൻ പറയട്ടെ ഞാൻ നിന്റെ 25ാം ഞാൻ വരാട്ടോ എന്ന് പറയുന്നതും ഞാൻ ക്രിസ്മസിന് വരാട്ടോ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ആണോ? 25ന് വരുന്നതിന് ഓൺ വെക്കാലോ. അതെ, 25ന് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ വെക്കാം. അല്ലാതെ ക്രിസ്മസിന് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അച്ഛൻ വെക്കാം. ഓക്കെ, കറക്റ്റ് ഡേറ്റ് നിങ്ങൾ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ ഓൺ വെക്കണം. അഥവാ നിങ്ങൾക്ക് അവരോട് പറയുമ്പോ എനിക്ക് ഉറപ്പില്ല ഞാൻ ക്രിസ്മസിന് വരാം എന്നാണെങ്കിൽ, എപ്പോഴെങ്കിലും ഞാൻ വരും, കറക്റ്റ് ക്രിസ്മസിനല്ല, ഞാൻ എപ്പോഴെങ്കിലും ഞാൻ വരും എന്നാണെങ്കിൽ ഐ വിൽ കം ടു യുവർ ഹോം അറ്റ് ക്രിസ്മസ് എന്ന് പറഞ്ഞാലും മതി. എപ്പോഴെങ്കിലും വരും, ക്രിസ്മസിന് ആ ടൈമിൽ ഞാൻ അവിടെ വരും എന്നാണ്. അല്ലെങ്കിൽ ഐ വിൽ കം ടു യുവർ ഹോം 25th, ഞാൻ ക്രിസ്മസിന് അന്ന് വരാണ്, 25ാം തീയതി വരും എന്ന് പറഞ്ഞാല് ഐ വിൽ കം ടു യുവർ ഹോം ഓൺ 25th പറയണം. ഇപ്പൊ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ ഷഹനാസ് എന്നല്ലേ പേര്? ഷഹനാസ് ബി എസ് ആണോ? കറക്റ്റ് ആണ്, പേര് കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ് മനസ്സിലായത് എന്ന് പറയാവോ? അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ക്ലിയർ അല്ലെങ്കിൽ ചിലപ്പോ ഷഹന പറയുമ്പോ കുറച്ചുകൂടി ക്ലിയർ ആവും. എന്ന് പറഞ്ഞേ. മിസ് എനിക്ക് ഒന്നുകൂടി പറഞ്ഞു തന്നെ. അപ്പൊ മനസ്സിലായില്ല. വെരി ഗുഡ്.
ഇനി നെക്സ്റ്റ് ഒരാൾ നിൽക്കാം. ഷൈന സുഹിൽ. ഓ യെസ് മിസ്. ഓക്കെ, ഒന്ന് പറഞ്ഞോട്ടെ, എന്താണ് ഞാനിപ്പോ പറഞ്ഞത്? ഹോളിഡേ അച്ഛൻ മോളും തമ്മിൽ വ്യത്യാസം. ഒരു ഏകദേശം നമ്മൾ വരാ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അറ്റ് ചേർക്കണം. ഒരു ഡേറ്റ്, ഒരു മെയിൻ ആയിട്ട് ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഓൺ പറയണം. അങ്ങനെയല്ലേ? ഡേറ്റ്, ഏതെങ്കിലും ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ 25 നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മളതിൽ ഓൺ പറയണം. അല്ലാതെ നമ്മളൊരു ഏകദേശം അല്ലാതെ നമ്മൾ വരാം, ഇന്നിപ്പം വരാം എന്ന് പറയുന്നെങ്കിൽ അറ്റ് ചേർക്കണം. കറക്റ്റ് തന്നെ? ഓക്കെ, കറക്റ്റ് ആണ്. ഷോർട്ടാക്കി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ആരാ പറയാ? ഷിബില റഫീഖ്. ഒന്ന് പറഞ്ഞു നോക്കിയേ ഷിബില. നമ്മളൊരു ഇത് പറയുമ്പോ കറക്റ്റ് ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഓൺ വെക്കുക. എക്സാക്ട് ഡേറ്റ്, എക്സാക്ട് ഡേ പറയുകയാണെങ്കിൽ ഓൺ വെക്കുക. അല്ല ഒരു ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്മസിന്റെ ടൈമിൽ ആ സമയത്ത് അങ്ങനെ ഒരു എക്സാക്ട് ഡേറ്റ് അല്ലാതെ വരുന്ന സമയത്ത് അറ്റ് വെക്കുക. ഓക്കെ, ഷഹന മനസ്സിലായോ? ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞത്. ക്ലിയർ ആയോ ഷഹന? മാം, ഐ വിൽ കം ടു യുവർ ഹോം ഓൺ 25th December. അത് കറക്റ്റ് അല്ലേ? ഡേറ്റ് വന്നാൽ നമുക്ക് ഓൺ വേണം. ഓക്കെ, ഡേറ്റ് വരുമ്പോ ഓൺ വേണം. അല്ലാതെ ഹോളിഡേ മാത്രം നമ്മൾ പറഞ്ഞെങ്കിൽ, ഡേറ്റ് ഇല്ലാതെ ഹോളിഡേ മാത്രം പറയുന്നുണ്ടെങ്കിൽ അവിടെ ആക്ട് ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോ നിങ്ങൾ ഓൺ ചേർത്താലും വിഷയമൊന്നുമില്ല, വലിയ മിസ്റ്റേക്ക് ഒന്നും വരില്ല കേട്ടോ. ഇനി ഇത് രണ്ടും ഇത് മനസ്സിലായില്ലെങ്കിൽ അത്രയും കുറച്ച് സ്ഥലം കൊണ്ടാക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു സാധനമാണത്. ഓക്കെ, അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മീൻ ചെയ്യുന്ന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ഓൺ നമ്മളൊരു ഹോളിഡേ പറയുമ്പോൾ ഡേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഓൺ ചേർക്കുക. ബാക്കി ഇപ്പൊ അവിടെ ഓൺ ചേർത്തില്ല, ആക്റ്റാണെങ്കിൽ ആ ടൈമിൽ എപ്പോഴെങ്കിലും വരും. ഓണം എന്ന് പറയുമ്പോൾ ഒരു കറക്റ്റ് ഒരു ഡേറ്റ് ഉണ്ടോ? ഓണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് ഉണ്ടോ? ഒന്ന് പറഞ്ഞോക്കെ. ഓണത്തിന് പ്രത്യേകിച്ചൊരു ഡേറ്റ് ഉണ്ടോ? തിരുവോണത്തിന്റെ അന്നാണ് ഓണം എന്ന് പറയുന്നത്. പക്ഷെ ഡേറ്റ് മാറിക്കൊണ്ടേ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് പറയും? ഐ വിൽ കം ടു യുവർ ഹോം ഓൺ ഓണം എന്ന് പറഞ്ഞാൽ ഓണത്തിന്റെ ഏതൊരു ദിവസം ഞാൻ വരും, അത്രേ ഉള്ളൂ. അവിടെ മെൻഷൻ ചെയ്യുന്നു. ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റിന് വരും, അല്ലെങ്കിൽ ആ എപ്പോഴെങ്കിലും വരും. ആ ഹോളിഡേയുടെ ടൈമിൽ എപ്പോഴെങ്കിലും വീട്ടിൽ വരും, അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി അച്ഛന് വേറൊരു മീനിങ് ഉണ്ട്, അടുത്ത് എന്നൊരു മീനിങ് കൂടി ഉണ്ട്. ഇപ്പോ ഐ ആം സിറ്റിംഗ് അറ്റ് ദ ടേബിൾ, ഐ ആം സിറ്റിംഗ് അറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ടേബിളിനടുത്ത് ഇരിക്കുകയാണ് എന്നൊരു മീനിങ് ആണ്. യു ആർ സിറ്റിംഗ് അറ്റ് ദ ബെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബെഡിനടുത്തിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇപ്പൊ ഐ ആം സിറ്റിംഗ് നിയർ ദ ടേബിൾ എന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് ഇല്ല, അറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ അറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തെ പോലെ നിയർ ആണ് കുറച്ചുകൂടി കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് അച്ഛന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. കാറ്റ്, പൂച്ച ഇപ്പൊ എന്റെ അടുത്ത് ഇരിക്കുകയാണ്, എന്താ പറയാ? കാറ്റ് സിറ്റിംഗ് എന്ത് പറയും? Cat is sitting near me എന്ന് പറയും. At me. At me എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ഇല്ല. ഇനി നിയർ തന്നെ ഉപയോഗിക്കണമെങ്കിൽ നിയർ തന്നെ ഉപയോഗിക്കാം. അവിടെ അറ്റ് നിയറിന് പകരം അറ്റ് ചേർത്താലും കറക്റ്റ് തന്നെയാണ്. ക്ലിയർ ആണോ? അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാം പറയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇത്രയും എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. എങ്ങനെ ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. ഇനിയിപ്പോ എവിടെയെങ്കിലും നിങ്ങൾ അറ്റ് അരികി എന്നൊരു കേസ് കാണുമ്പോൾ ഒരു മിസ് തന്നെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് പറയരുത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അറ്റ് ഇപ്പൊ ഇനി എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും അറ്റ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എവിടെയൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാലോ ഇപ്പോ.
എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക എല്ലാവരും. നെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് ചമ്മടുന്നു വരുന്നില്ലല്ലോ. നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഇംഗ്ലീഷ്? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? ക്ലാസ് എല്ലാം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? ആ, എന്ത് തോന്നുന്നു? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എന്താണ്? Let's read 11:45. I want to sleep at 9. I will come to my home as tomorrow. I will take Christmas. The flight will take off, but I will you and keep it. I'm Bernard at Calcutta. I am in Bernard. Okay. I will come tomorrow at 10 p.m. Yeah. Okay. Yeah. Clear ആണ്. Okay. Next, അടുത്തൊരു പ്രൊപ്പോസിഷൻ ഏതാ? During. During. During means during എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് പീരീഡ് ആണ് കേട്ടോ. പീരീഡ് മീൻസ് ഇപ്പോ നമ്മുടെ ക്ലാസ്സിലെ ടൈം ഇതൊരു പീരീഡ് അല്ലേ? 2:30 to 3:30 ആണ് ഇംഗ്ലീഷ് ക്ലാസ്. സെറ്റ് ഓഫ് പീരീഡ് ആണ്, സെറ്റ് ഓഫ് ടൈം ആണ്. ഓക്കെ, അപ്പൊ ഡ്യൂറിങ് ആ ഒരു ടൈം എന്തു ആവാട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ടൈം പീരീഡ് ആകാം, ചിലപ്പോ ഒരു കാലഘട്ടം ആകാം. ഇപ്പൊ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു കാലഘട്ടമാണ് അല്ലെ? ഫസ്റ്റ് മന്ത് ടു 9 months വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. അതും ഒരു കാലഘട്ടമാണ്. ഇനിയിപ്പോ ഫിലിം ഒരു മൂവി കാണുകയാണെങ്കിൽ അതും ഒരു സെറ്റ് ഓഫ് പീരീഡ് ആണ്. തിയേറ്ററിൽ നമ്മൾ കയറിയാല് 2 hours കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങുള്ളൂ. കാരണം അതൊരു പീരീഡ് ആണ്, ഒരു ഫിലിമിന്റെ ടൈം പീരീഡ് ആണ് അത്. ഓക്കെ, അപ്പൊ ആ ടൈമിൽ എന്തൊക്കെ നടക്കുന്നു അതെല്ലാം നമുക്ക് ഡ്യൂറിങ് എന്ന് വെച്ച് പറയാൻ പറ്റും. അതായത് ഇപ്പോ I felt he felt asleep during the movie, during the film. He felt asleep during the film എന്ന് പറഞ്ഞാല് ഫിലിം നടക്കുന്ന സമയത്ത് അവൻ ഉറങ്ങി എന്നാണ് പറയുന്നത് അല്ലെ? ആ ടൈമിലാണ്, പർട്ടിക്കുലർ ആ ടൈം പീരീഡിലാണ് അവൻ ഉറങ്ങിയത്. സോ during the film he felt asleep എന്ന് പറഞ്ഞാല് ആ ടൈമിൽ ഫിലിമിന്റെ ടൈമിൽ അവൻ ഉറങ്ങി എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ during the exam you can speak. During the exam you can speak. എക്സാമിന്റെ സമയത്ത് നീ സംസാരിക്കാൻ പാടില്ല. You can speak during the exam എന്ന് പറയും, തിരിച്ചു മറിച്ചൊക്കെ പറയും. ഓക്കെ, ഇനിയിപ്പോ I felt cravings during my pregnancy. The pregnancy ടൈമിൽ എനിക്ക് ക്രേവിങ്സ് തോന്നിയിരുന്നു. I felt cravings during my pregnancy. മനസ്സിലായോ? അപ്പൊ ഡ്യൂറിങ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? മറ്റേതാണ് നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ സൂചിപ്പിക്കാനും പീരീഡിനെ സൂചിപ്പിക്കാനും ടൈം പീരീഡിനെ സൂചിപ്പിക്കാനും നമ്മള് ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. Is it clear for you? Is it clear ആയോ? Is it clear or not? Yes, clear ആണ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ എടുത്തിട്ടുള്ള എല്ലാവരും during the exam you can't speak.
During the exam, you can speak. Keep well asleep during the film. We visited London during our holiday. During our holidays. You swim every day during summer. During summer. Okay, correct ആണ്. ഞാൻ ടൈപ്പ് ചെയ്യുന്നതിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ ഉണ്ടാവും കേട്ടോ. അതൊന്ന് ഇഗ്നോർ ചെയ്യുക. കാരണം പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്നതിന്റെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ. ക്ലിയർ ആണോ? ഡ്യൂറിങ് ക്ലിയർ ആയോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ക്ലാസ്സിൽ? എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് പറയൂ. കാരണം നിങ്ങൾ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എന്നോട് പറയാവുന്നതാണ്. വളരെ കുറച്ച് പേര് മാത്രമേ ക്ലിയർ ആണ് എന്നൊക്കെ പറയുന്നുള്ളൂ. ബാക്കി എല്ലാവരും എന്താണ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ അത് പറയൂ, ഓപ്പൺ ആയിട്ട് പറയൂ. ആരെങ്കിലും ഒന്ന് സംസാരിക്കാവോ? ഞാൻ പറഞ്ഞില്ല, മറ്റു ക്ലാസ്സിനെ പോലെ അല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നിങ്ങൾ മാക്സിമം ഇന്ററാക്ട് ചെയ്യണം ക്ലാസ്സിൽ. അല്ലാതെ മറ്റു ക്ലാസ്സിലെ പോലെ കേട്ടിരുന്നാൽ മാത്രം പോരാ. നമുക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളത് എന്നോട് സംസാരിച്ചാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഞാൻ മനസ്സിലാവാതെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കേണ്ട കൂടെ കാര്യമില്ല. എല്ലാവർക്കും മനസ്സിലാവണം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും തോറും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ ടെൻസ് എടുത്താലും നിങ്ങൾക്ക് ബേസിക് അറിയില്ലെങ്കിൽ ടെൻസിലൊക്കെ പോകുമ്പോൾ ആ ടൈമിൽ കൺഫ്യൂഷൻ വരും. അതില്ലാതിരിക്കാനാണ് ഞാൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പറയാമോ ആരെങ്കിലും? മിസ്, ക്ലാസ് മനസ്സിലാവായി അല്ല, ക്ലാസ് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ടൈപ്പ് ചെയ്യാനാണ് കംഫർട്ട്. അതുകൊണ്ടാണ് ടൈപ്പ് ചെയ്ത് അയക്കുന്നത്. പതുക്കെ ഇങ്ങനെ ശരിയാവും, സംസാരിക്കാൻ ശരിയാവും. ടൈപ്പ് ചെയ്യുന്നതിലും ഏറ്റവും ബെറ്റർ സംസാരിക്കുന്നതാണ് കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ മാക്സിമം ഇന്ററാക്ട് ചെയ്യാൻ നോക്കാം. കാരണം വേറൊന്നും കൊണ്ടല്ല ഞാനിത് പറയുന്നത്. ബാക്കി ക്ലാസ്സിലെല്ലാം നിങ്ങൾക്ക് ഓൾ മ്യൂട്ട് കൊടുത്തിട്ടാണ് ക്ലാസ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിക്കും, എന്തുണ്ടെങ്കിലും സംസാരിക്കണം. കാരണം ഞാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോ ഉള്ള ആ ഒരു ടെൻഷനും പേടിയും ആ ടൈമിൽ ഉണ്ടാകും. ആ പേടിയെല്ലാം മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്നോട് സംസാരിക്കണം, ഇന്ററാക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടെൻഷനൊക്കെ പോകുള്ളൂ. അതിനു വേണ്ടിയാണ് നിങ്ങളോട് ഈ ക്ലാസ്സിൽ സംസാരിക്കൂ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ട് പോകും തോറും ചിലപ്പോ ഇംഗ്ലീഷിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ടോപ്പിക് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ടൈമിൽ നിങ്ങൾക്ക് ഈ പേടിയൊന്നും ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കംഫർട്ടബിൾ ഇരിക്കുന്നത്. എത്രയൊന്നും എനിക്ക് അറിയില്ല, മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ഞാനിപ്പോ കാരണം എന്റെ പൊസിഷനിൽ നിങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. കാരണം ഒരാളെങ്കിലും ക്ലാസ് എടുക്കുന്നു, മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ഇല്ലെങ്കിൽ ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണത് എന്താണ്, ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. ടീച്ചർ എന്ന നിലയിൽ നമുക്കത് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻ അറിയണം. എന്തെങ്കിലും നിങ്ങളത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഓക്കെ അവർക്ക് ക്ലിയർ ആയിട്ടുണ്ട്. കാരണം പല ടൈപ്പ് സ്റ്റുഡൻസ് ഇതിലുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ക്ലാസ്. പല ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ട്. ക്വാളിഫൈഡ് ആയവരുണ്ട്, കുറഞ്ഞവരുണ്ട്. അപ്പോ ക്വാളിഫൈഡ് ആയവർ ഓക്കെ മിസ് മനസ്സിലായി മിസ് എന്ന് പറഞ്ഞാല് ബാക്കി മറ്റുള്ളവർക്കത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല.
അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും ഇതന്നെ ചോദിക്കുന്നത്. മനസ്സിലായോ? എന്തുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയൂ. ഇനി മിസ് എന്നെ കൊണ്ട് സംസാരിപ്പിക്കോ എന്ന് വിചാരിച്ചിട്ടാണോ? എന്താണ് എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ഓക്കെ എല്ലാവരും ഭയങ്കര ഇന്ററാക്ട് ചെയ്തു. ഞാൻ വിചാരിച്ചു ഓക്കെ നല്ല ക്ലാസ് ആണ്, എല്ലാവരും ചിലപ്പോൾ സംസാരിക്കും എന്ന് വിചാരിച്ചു. സംസാരിക്കുമ്പോ തെറ്റിപ്പോ. പക്ഷെ ഈ പേടിയൊക്കെ മാറ്റണ്ടേ? നിങ്ങൾ എന്നും മുന്നേ ഇങ്ങനെ തന്നെ പേടിച്ചിരിക്കുവോ? ഞാൻ പറഞ്ഞല്ലോ, ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. ഞാനും അത്ര പെർഫെക്റ്റ് ഒന്നല്ല. ഒരു കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് അല്ല. ഇംഗ്ലീഷ് പറയാൻ ഞാൻ പെർഫെക്റ്റ് അല്ല. നിങ്ങളെ പോലെ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. ക്ലിയർ ആണോ? എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പറയൂ. എന്തുകൊണ്ടാണ് ആരും മിണ്ടാത്തത്? എന്താ റീസൺ? ഒരാൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നതാണ് കംഫർട്ട് എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തുകൊണ്ടാണ് ക്ലാസ്സിന്റെ സൈലന്റ്? ടീച്ചർ പറയുമ്പോഴൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പിന്നീട് ചിന്തിക്കുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകുന്നു. ഓക്കെ, ആ കൺഫ്യൂഷൻ മാറ്റണ്ടേ? നിങ്ങൾക്ക് മാറ്റാൻ താല്പര്യമുണ്ട്? ഇതൊക്കെ ഉണ്ട്. എല്ലാവർക്കും മാറ്റാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ എന്താണോ നിങ്ങൾ സംസാരിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മടി വരുന്നത്, ആ ഒരു റീസൺ എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാരണം ഉണ്ടല്ലോ. അത് നിങ്ങൾക്ക് മാറ്റാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടോ ഇല്ലയോ? അതൊന്ന് പറയൂ ആരെങ്കിലും. യെസ്, ഒരാൾ മാത്രം. 30+ സ്റ്റുഡൻസ് ഉണ്ട്, ഒരാൾക്ക് മാത്രമേ താല്പര്യമുള്ളൂ. താല്പര്യമുണ്ട്, എല്ലാവർക്കും താല്പര്യം മാത്രം വെച്ചോണ്ടിരുന്ന കാര്യം നടക്കോ? പറ. ഞാനും നിങ്ങളെ പോലെ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ഇന്റർവ്യൂവിന് പോകാൻ ടെൻഷനായിരുന്നു, എന്തിനും ടെൻഷനായിരുന്നു, പുറത്തോട്ട് ഇറങ്ങാൻ ടെൻഷനായിരുന്നു, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാൻ ടെൻഷനായിരുന്നു. ആ ടെൻഷനൊക്കെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനിങ്ങനെ വന്നിരിക്കോ? ഇല്ല അല്ലെ? നിങ്ങളപ്പോ ഈ ടെൻഷൻ എടുക്കുന്നൊക്കെ എന്തിനാണ്? വെറുതെയാണ്, ഒരു ആവശ്യമില്ല. ഒരു എന്താ നിങ്ങളുടെ ലൈഫ് തന്നെ എന്താ പറയാ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ടെൻഷൻ, മടി. ഇതൊക്കെ ആ സാധനത്തിന് അത് നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആരായിട്ട് നിങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സീനിയർ ഓഫീസേഴ്സ് ആരും നിങ്ങളെ പോലെ തന്നെ മനുഷ്യന്മാരാണ്. ആരും നിങ്ങളെ പിടിച്ച് തിരിയൊന്നുമില്ല. ഓക്കെ, എല്ലാവരും നിങ്ങളെ പോലെ തന്നെ ഒരു വ്യക്തികളാണ്. അവരോട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം, എന്തും സംസാരിക്കാം. ക്ലിയർ ആണോ? അതേപോലെ തന്നെ എന്നെയും കാണും. ഞാൻ പറഞ്ഞല്ലോ എന്നൊരു ടീച്ചറായിട്ട് കാണണ്ട. നിങ്ങളുടെ അവസ്ഥകളെല്ലാം എനിക്കറിയാം. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട്, അത് പറയാൻ പേടിയാണ്, എല്ലാത്തിലും കൂടെ ഞാൻ കടന്നു വന്നവളാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇതെല്ലാം ചോദിക്കുന്നത്. കാരണം എനിക്ക് നിങ്ങളുടെ കറക്റ്റ് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാനും ഇതേപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മാക്സിമം നിങ്ങളോട് അത് പറയുന്ന എന്തിനാണ്, നിങ്ങളൊന്ന് അത് പുഷപ്പ് ചെയ്ത് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മിസ്സിനെ ഉപദേശിക്കരുത് എന്നുള്ള രീതിയാണ് എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. മാക്സിമം ഇത് മാറ്റാൻ നോക്കട്ടോ. കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. മാക്സിമം എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ, ഇന്ററാക്ട് ചെയ്യൂ എന്നോട്. എന്തെങ്കിലുമൊക്കെ വർത്താനം പറയും. അവൻ ട്രെയിൻ വേണം. ഓക്കെ, ഇത് വെയിറ്റ് ചെയ്യണേ. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ? അവർക്ക് മനസ്സിലാവുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ ഞാനിത് പറയുമ്പോ? ഇല്ല. പിന്നെ എന്താണ് തോന്നുന്നത്? ഇല്ല. പിന്നെ എന്താണ് പറയൂ. ക്ലാസ്സിൽ ഇങ്ങനെ പോകുന്നു.
നല്ല രീതിയിൽ പോകുന്നുണ്ടോ ക്ലാസ് ഒക്കെ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. ഒറ്റ Yes. വാക്കിലാണോ നിങ്ങൾക്ക് ആൻസർ ഉള്ളത്? ഓക്കെ. ഇനിയും സംസാരിക്കാൻ ആരും റെഡിയല്ല എന്നാണോ? ഒരാള് ക്ലാസ്സിൽ സംസാരിച്ചാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവരും സംസാരിക്കും. റെഡിയാണോ ആരെങ്കിലും? റെഡി മാം. റെഡി. ഓക്കെ ഷിബില, എന്തൊക്കെയുണ്ട് വിശേഷം ഷിബില? വീട്ടിലാരെങ്കിലും? നല്ല വിശേഷം. വീട്ടില് 2 മക്കള്, ഹസ്ബൻഡ്. ഓക്കെ. ഷിബില എന്ത് കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തത്? ഞാൻ ഡിഗ്രി. ഡിഗ്രിയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ ചോദിക്കാനുണ്ടോ എന്നോട്? എന്നാ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഓക്കെ. ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും? മിസ്സിന്റെ വീട് എവിടെയാണ്? ആഹാ, നല്ല ചോദ്യം. എന്റെ ഇവിടെ എറണാകുളത്താണ്. എറണാകുളം. പഠിച്ചതും ഇതൊക്കെ പറഞ്ഞു തരണെങ്കിൽ പഠിച്ച- എന്തോ? പഠിച്ചത് എവിടെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അറിയായിരുന്നു. പഠിച്ചത് എവിടെയാണെന്നോ? ഈ പഠിച്ചത് എന്താണെന്നോ? അതൊക്കെ. പഠിച്ചത് എന്താണെന്നാണെങ്കിൽ ഞാൻ PG ആണ്, ലിറ്ററേച്ചർ ആയിരുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോട്ടുണ്ട്, അച്ഛനമ്മയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പിന്നെന്താണ്? ഇല്ല, അങ്ങനെ ടീച്ചറെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് എന്ന് ടീച്ചർ വന്ന് ക്ലാസ് എടുക്കണേ പോണേ, അപ്പൊ ടീച്ചറെ കുറിച്ച് ഒന്ന് അറിയാനേ ഞങ്ങൾക്ക്. ആരും ചോദിച്ചില്ലല്ലോ അല്ലെ? ഒരാൾ മാത്രമേ ഇപ്പൊ ചോദിച്ചു, ബാക്കി ആരും ചോദിച്ചില്ലല്ലോ. ഒന്നും ചോദിച്ചില്ല. ഞാൻ നിങ്ങളെ പറ്റി എല്ലാം ചോദിച്ചു അല്ലെ? എന്തുകൊണ്ടാണ്? പഠിച്ചത് ടീച്ചറെ? അതെ, അവിടെ തന്നെയാ. ഇവിടേക്ക് എങ്ങനെ എത്തി ഈ ഫീൽഡൊക്കെ? ടീച്ചിങ്ങോ? എനിക്ക് ടീച്ചിങ് ആണ് ഇഷ്ടം. ടീച്ചർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ? ഇൻസ്റ്റിറ്റ്യൂട്ടോ? സ്മാർട്ട് ശ്രീന്റെ. എന്നെ ഇന്റർവ്യൂവിന് വന്നു. ഓക്കെ, അതെ, സെലക്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. തുടങ്ങിയിട്ട് കുറച്ചായാ ഇവിടെ പഠിപ്പിക്കാന്? ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? അറൗണ്ട് 6 months ആയി. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ബോറടിക്കുന്നുണ്ടോ ക്ലാസ്? ഇല്ലാന്ന് പറയുമല്ലോ ഇപ്പൊ. ബോറടിക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഞാൻ ക്ലാസ് വെറുതെ അങ്ങനെ എടുത്തുകൊണ്ട് പോകട്ടോ. അപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആ ടൈമില് ഞാൻ ടെൻഷൻ എടുക്കുന്ന ടൈമില് മിസ്സേ മനസ്സിലാവുന്നില്ല മിസ്സേ എന്ന് പറയരുത്. ഓക്കെ ആണോ? എന്തെങ്കിലും പ്രസന്റ് ഒക്കെ ചെയ്യാൻ പറയുമ്പോ ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ. എടുത്ത് മിസ് എനിക്ക് പേടിയാണ്, മിസ് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് പറയുമ്പോ സ്റ്റക്കായി പോകുന്നു എന്നൊന്നും പറയരുത്. അതെല്ലാം മാറ്റാൻ വേണ്ടിയാണ് ഇപ്പൊ നിങ്ങളോടൊന്ന് സംസാരിക്കൂ എന്ന് ഞാൻ പറയുന്നത്. പറഞ്ഞ ആരും റെഡിയല്ല. മലയാളത്തിൽ പോലും സംസാരിക്കാൻ ആരും റെഡി അല്ലെങ്കിൽ പിന്നെ എങ്ങനെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കും? എന്നാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ആണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. ആരും എഫേർട്ട് എടുക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കും? ഇത് ചിന്തിച്ചു നോക്കണം കേട്ടോ. ക്ലാസ് കഴിയുമ്പോ ഒന്ന് ആലോചിക്കാം. മിസ് ഇത്രയും പറഞ്ഞാണല്ലോ, എനിക്ക് മലയാളം പോലും മിസ്സിനോട് എന്തെങ്കിലും ഒരു കാര്യം പോലും മിസ്സിനോട് ചോദിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് സ്വയം ആ ചോദ്യം ഒന്ന് ചോദിക്കാം. എന്നിട്ട് എന്താണ് ആൻസർ കിട്ടുന്നതെന്ന് പറയണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പറയോ? ഓക്കെ മാം, പറയണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ മനസ്സിൽ ഇങ്ങനെ വരും, എന്തൊക്കെയൊക്കെ വരും, പക്ഷെ അത് പുറത്തേക്ക് വരൂലെന്നുള്ളൂ. മലയാളം എങ്ങനെയാണ്?
മലയാളം പറയോ, ഇവിടൊക്കെ പറയൂ. ടീച്ചർക്ക് ചോദിക്കുമ്പോ പെട്ടെന്ന് ഒരു പേടി പോലെ തോന്നാണ്. അതാണ് പ്രശ്നം. ആ പേടി മാറ്റണ്ടേ? അപ്പൊ മലയാളം പറഞ്ഞു പറഞ്ഞ പേടി മാറ്റണ്ടേ? എന്നാലും ഇംഗ്ലീഷ് പറയാൻ പറ്റുള്ളൂ. മാറ്റണം. ശരിയാണോ ഞാൻ പറയുന്നത്? നിങ്ങൾ മലയാളം എന്നോട് പറഞ്ഞ് ഞാനായിട്ടൊന്നൊരു ഇന്ററാക്ഷനിലൊക്കെ വന്നു കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങൾ എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. ആണോ അല്ലയോ? അത് ആൻസർ പറഞ്ഞു എല്ലാവരും. അതെ. അതെ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് മലയാളം പോലെ സംസാരിക്കുന്നില്ല? മലയാളത്തിൽ നിങ്ങൾക്ക് ഗ്രാമർ മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ വരുമോ? ഇല്ലല്ലോ. പിന്നെ എന്താ സംസാരിക്കാത്തേ? യെസ് ഓർ നോ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? യെസ്. ഡൗട്ട് ഉണ്ടോ? നോ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എല്ലാം. ആൻസേഴ്സ് യെസ് ഓർ നോ ആൻസർ ആണ്. പറയൂ, എന്തുകൊണ്ട് മലയാളം നിങ്ങൾ സംസാരിക്കുന്നില്ല? അതിന്റെ റീസൺ എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണല്ലോ ചോദിക്കുന്നത്. ആഹാ, അപ്പൊ അങ്ങനെ. പിന്നെ ഞാൻ എസ് എ ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കും? എന്താ ചോദിക്കുക? ഞാൻ ടോപ്പിക്ക് കിട്ടാനിട്ടാവും. ടോപ്പിക്കോ? എന്ത് ടോപ്പിക് വേണം? മലയാളത്തിൽ സംസാരിക്കാൻ ടോപ്പിക് എന്താ? ഞാൻ ചോദിച്ചല്ലോ ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചല്ലോ. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് എസ് എക്കുള്ള ക്വസ്റ്റ്യൻ ആണത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കാത്തത്? അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ അതിന് ആൻസർ പറയൂ. എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കുന്നില്ല? ആൻസർ പറയൂ. മലയാളത്തിൽ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി സംസാരിക്കാം. അതിനുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കുന്നില്ല? ടോപ്പിക് വേണം. ടോപ്പിക് ഞാൻ തരാം. ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ് മനസ്സിലാവായൊക്കെ ഇല്ലേ? മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ ആദ്യത്തെ ക്ലാസ്സിലെടുത്ത നൗണ്, പ്രൊനൗണ്, വെർബ്, അഡ്ജക്റ്റീവ് അതെല്ലാം മനസ്സിലായിരുന്നു. അഡ്വെർബ്. ഇനി പിന്നെ പ്രിപ്പോസിഷനിലേക്ക് കടന്നപ്പോ ഇന്നോ, മോണോ, മറ്റും, ഇന്നിപ്പോ ഡ്യൂറിങ് അതുവരെയല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ആ സംഭവം മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇനി ഡൗട്ട് വരിക. അപ്പൊ അപ്പോഴാണ് മിസ്സിന്റെ അടുത്ത് ചോദിക്കേണ്ടി വരിക. അപ്പൊ ഞങ്ങൾ ചോദിച്ചോളൂ. ചോദിക്കും. അപ്പൊ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്ന ടൈമിൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്ന സമയത്ത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവുകയും ചെയ്യും, നിങ്ങൾക്ക് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഒരു പ്രപ്പോസിഷനും കൂടി എടുക്കാം. എഴുതിക്കോളൂ. സിൻസിന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയാം. മുതൽ എന്ന് പറയും. രാവിലെ മുതൽ ഞാൻ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? രാവിലെ മുതൽ ഞാൻ പഠിക്കുകയാണ്, രാവിലെ മുതൽ ഞാനിത് പഠിക്കുകയാണ് എന്നൊക്കെ പറയണം. അപ്പൊ ഒരു മുതൽ എന്ന് പറയുന്ന സാധനം വരുന്നുണ്ടല്ലേ? അപ്പൊ ഈ മുതലാണ് സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷന്റെ മീനിങ്. മുതൽ അത് എവിടെ വേണമെങ്കിലും തുടങ്ങാം കേട്ടോ. ഡേറ്റ് ആയിക്കോട്ടെ, ഡേറ്റ്, ടൈം, ഇയർ, മന്ത്, പിന്നെന്താണ്, ഡേ, എവിടെ വേണമെങ്കിലും നമുക്ക് പറയാം. കാരണം മൺഡേ മുതൽ, അല്ലെങ്കിൽ 2015 മുതൽ, 10 മണി മുതൽ, ജൂൺ മുതൽ എന്നൊക്കെ നമ്മൾ പറയും. എല്ലാത്തിന്റെ കൂടെ നമ്മൾ മുതൽ എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇനി വയസ്സാണെങ്കിലോ ഏജ് ആണെങ്കിലും പറയും 7 വയസ്സ് മുതൽ എന്നും പറയും, അല്ലെ? അപ്പൊ എല്ലാത്തിന്റെയും കൂടെ നമുക്ക് ഈ സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. എഴുതണമെങ്കിൽ എഴുതാം കേട്ടോ. എല്ലാനും ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. എവിടേക്കാണ്? ഡേ, ഡേറ്റ്, മന്ത്, ഇയർ, പിന്നെ ടൈം, ഏജ്, എല്ലാത്തിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഡ്യൂറിങ് പോലെ തന്നെ ടൈം പീരീഡിലും സിൻസ് യൂസ് ചെയ്തൂടെ? ടൈം പീരീഡ് പറയുമ്പോ ടൈം പീരീഡ് എന്ന് പറയുമ്പോ ഇവിടെ വ്യത്യാസം വരുന്ന മലയാളത്തിൽ എങ്ങനെയാ പറയാ? ഒരു ടൈം പീരീഡ് പറയുന്നത് മലയാളത്തിൽ 2021 മുതലേ 2025 വരെ അങ്ങനെ പറയുമ്പോ സിൻസ് അല്ലേ യൂസ് ചെയ്യാം? അങ്ങനെയല്ല. 2025 15 to 20 ആണെങ്കിൽ നമുക്ക് ഡ്യൂറിങ് യൂസ് ചെയ്യാം. മനസ്സിലായോ? അതൊരു പെർട്ടിക്കുലർ പീരീഡ് ആണ് നമ്മൾ പറഞ്ഞത്.
പക്ഷെ ഇത് 2010 മുതൽ ഇപ്പോ വരെ അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പറയാം. മനസ്സിലായോ? 2010 മുതൽ ഇപ്പോൾ വരെ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഡിസംബർ 31. ഈ ക്ലാസ് അല്ല, പൊതുവെ ഇംഗ്ലീഷ് എപ്പോഴാണ്? 4th സ്റ്റാൻഡേർഡ് തൊട്ട് തുടങ്ങി. അതെ. അപ്പൊ എങ്ങനെയാ പറയുന്നത്? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് മൈ ചൈൽഡ്ഹുഡ് വേണമെങ്കിൽ പറയും, അല്ലെങ്കിൽ അവർ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതലേ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഇപ്പോഴും തുടർന്ന് പോകുന്നത് തന്നെയാണോ സിൻസ്? ഒരു കാര്യം തുടങ്ങി അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുമ്പോഴല്ലേ നമ്മൾ മുതലെന്ന് പറയാ. ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും പറയാം. കഴിഞ്ഞു പോയതാണെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു ടൈം ഗ്യാപ്പ് 2 ബൗണ്ടറി ഉണ്ടെങ്കിൽ ഡ്യൂറിങ് ആണല്ലേ? അതെ, ഒരു കാലഘട്ടത്തെയാണ് ഡ്യൂറിങ് യൂസ് ചെയ്യുക. അത് തുടങ്ങി അവസാനിക്കുന്ന ഒരു ടൈം ഉണ്ട്. ആ ടൈമിൽ നടന്ന സംഭവങ്ങളെ പറയുമ്പോൾ നമ്മൾ ഡ്യൂറിങ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ സിനിമക്ക് പോയി ആ തിയേറ്ററിനുള്ളിൽ നടന്നൊരു കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ടൈമിൽ നടന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഡ്യൂറിങ് വെച്ചിട്ട് പറയും. മനസ്സിലായോ? ഇനിയിപ്പോ ഈ ക്ലാസ് ആണെങ്കിൽ ഈ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നടന്ന സംഭവങ്ങൾ നിങ്ങൾ വേറൊരു ഫ്രണ്ടിനോട് പറയുന്നെങ്കിൽ എന്ത് പറയണം? ഡ്യൂറിങ് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്താണോ സംഭവം അത് പറയാം. അപ്പൊ അവര് മനസ്സിലാക്കണം എന്താണ് ആ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വെച്ച് നടന്ന സംഭവമാണ്. മനസ്സിലായോ? അതാണ് ഡ്യൂറിങ്. സീൻസ് അങ്ങനെയല്ല. ഇപ്പൊ രാവിലെ മുതൽ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ ഇപ്പൊ കുക്ക് ചെയ്യുന്നില്ല, കഴിഞ്ഞു. പക്ഷെ ഞാൻ രാവിലെ മുതൽ തുടങ്ങിയതാണ്. മനസ്സിലായോ? അല്ല ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും പറയാം, രാവിലെ മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ആ ടൈമില് തുടങ്ങിയത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ആ ഒരു രീതിയിൽ സിൻസ് എന്ന് പറയാം. അതായത് നമ്മൾ മലയാളത്തിൽ മുതൽ എവിടേക്ക് യൂസ് ചെയ്യുന്നോ അവിടേക്ക് നമുക്ക് സിൻസ് യൂസ് ചെയ്യാം. Okay. The restaurant is open during the day. Yeah. The restaurant opens during the day. Okay, correct ആണ്, mistake ഒന്നുമില്ലേ? I have been in class since afternoon. I have been അല്ല, I have been class അല്ല അവിടെ വരാം, ലേണിംഗ് ആണ് എന്തെങ്കിലും. I have been learning അല്ലെങ്കിൽ I have been listening എന്ന് പറയണം. I have been listening അങ്ങനെ എന്തെങ്കിലും വരണം. Yeah. Okay. Example എടുക്കുള്ളൂ. I have been studying, ഞാൻ പറഞ്ഞല്ലോ, I have been learning English since our childhood. അതൊരു എക്സാമ്പിൾ ആണ്. Then she has been a teacher. She has been a teacher since 2015. She has been a teacher since 2015. Yeah, she has lived since 1990. അത് പറയാട്ടോ, correct ആണ്. He has lived since 1990. Correct ആണ്. He has lived 1990. Okay. Yeah. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? സിൻസ് ആൻഡ് ഡ്യൂറിങ്, ഈ 2 പ്രപ്പോസിഷനും പിന്നെ ആറ്റ്, ഈ 3 പ്രപ്പോസിഷനാണ് നമ്മുടെ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 3 പ്രപ്പോസിഷനും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. മാക്സിമം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാം. ഓക്കെ. അപ്പൊ ക്ലാസ് കഴിയുമ്പോൾ മാക്സിമം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി കുറച്ച് ടൈം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ ആണോ? മോക്ക് ടെസ്റ്റ് ഇടും ഇംഗ്ലീഷിന്റെ? ഇല്ല, ഇംഗ്ലീഷിന് മോക്ക് ടെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, കാരണം എക്സാം ഇല്ലല്ലോ, അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് ആയിട്ടൊന്നുമില്ല. എന്നാ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എന്തെങ്കിലും? പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ നമുക്ക് ടെക്സ്റ്റ് ഇവിടെ അല്ല, ടെസ്റ്റ് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം, നിങ്ങൾ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്യും, അത് നിങ്ങൾക്ക് എടുക്കാം. നോട്ട്സ് അല്ല മിസ്സേ, നോട്ട്സ് ഞങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ മതി. അത് ഞാൻ ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് തരാം. പ്രപ്പോസിഷൻ നമ്മൾ ഒരുവിധം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എക്സസൈസ് എന്തെങ്കിലും ടെസ്റ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ, അത് നമുക്ക് അറ്റൻഡ് ചെയ്യും. ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പോർഷൻ കംപ്ലീറ്റ് ആവട്ടെ. ഓക്കെ, അപ്പോ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്.
ഓക്കെ ആണോ? ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ്? Yes. Yes. ക്ലിയർ ആണ്. Yes, ma'am. യെസ്. അപ്പോ അതിന്റെ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. സി ഓൺ. Thank you, ma'am. Thank you, ma'am. അയ്യോ നമ്മളെ